wasn't holding you. I can't see the end, but we'll see it through. Times don't fly too high. Be sure to keep the ground in sight. Fly forever if you keep it tight. Love the world but keep the sky on your mind. നമ്മളെ 220 പെയിൻറ്റ് അടിക്കാനുള്ള സാധനം കാണിട്ട് ബോക്സിനകത്ത് സെറ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് ഷോപ്പിലോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിൻ്റെ ബേക്കി കയറി ഇരിക്കണം, ഈ കാര്യൻ്റെ ബേക്കി കയറി ഇരിക്കണം കൊണ്ടുപോകാനായിട്ട്, അല്ല സ്ഥലമില്ല പിടിച്ചോണ്ടിരിക്കണ്ടേ. പെയിൻറ്റിങ് ഷോപ്പിൽ പോവുകയാണ്. അപ്പം നമ്മുടെ വണ്ടിയുടെ എല്ലാ പാർട്സും എന്താ പെയിൻറ്റ് അടിക്കാനുള്ള ഒരു പരുവത്തിൽ സെറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ. വണ്ടിയുടെ അതാ ചെയ്സ് അടക്കം എന്താ എല്ലാം ഇവിടെ ഇങ്ങനെ ഇളക്കി വെച്ചേക്കാണ്, ചെയ്സും എഞ്ചിനും എല്ലാം ഇളക്കി വെച്ചേക്കാണ്, എല്ലാം പേപ്പറിട്ട് പിടിച്ച് വെച്ചേക്കാണ് കേട്ടോ. ഇനിയിപ്പം പെയിൻറ്റിങ്ങിലോട്ട് തുടങ്ങുന്നതായിരിക്കും. ഇതിൻ്റെ വണ്ടിയുടെ ഏറ്റവും സെറ്റ് എല്ലാ ഭാഗങ്ങളും പെയിൻറ്റിങ്ങിലോട്ട് മാറ്റാൻ കേട്ടോ. അതാ ശൃംഗാമ്പൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, എല്ലാം പെയിൻറ്റ് അടിച്ച് ക്ലീൻ ആക്കാനായിട്ട് പോവാം. ഇവിടെ പെയിൻറ്റിങ് വർക്ക് എല്ലാം കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ വണ്ടി ഷോപ്പിൽ തിരിച്ചു കൊണ്ടുവന്ന് എല്ലാം റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ എഞ്ചിനൊക്കെ ഫുള്ള് എടുത്ത് അതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഇനിയിപ്പോൾ എന്താണ് ഒരു പുതിയ വണ്ടി എങ്ങനെ ഉണ്ടാക്കാം അതേ കണക്ക് വണ്ടി ഫുൾ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പം കുറച്ച് സാധനങ്ങളൊന്നും കിട്ടാണ്ട്, അപ്പുറം പ്ലേറ്റൊന്നും വന്നിട്ടില്ല. പൈപ്പ് 2 പുതിയതാണ് കേട്ടോ, 2 പൈപ്പ് പുതിയതാണ് ഇട്ടിട്ടുള്ള. ബാക്ക് മൾഗാർഡ് പുതിയത്, അങ്ങനെ എല്ലാ സാധനവും സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് ടയറും ഫ്രണ്ട് ടയറൊക്കെ മാറാൻ കേട്ടോ. കുറച്ച് വർക്കുണ്ട്. എഞ്ചിനൊക്കെ നമ്മൾ ഫുള്ള് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ക ഷോറൂം കണ്ടീഷൻ ലെവലാക്കിയിട്ടുണ്ട്, അടിപൊളി ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം വർക്കപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിയിട്ട് നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് എല്ലാം ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ കൊല്ലം വരെ പോകണം. അപ്പോൾ ഞാനും ചേട്ടനോട് ഇന്നിപ്പോൾ കാറിലാണ് കേട്ടോ പോകണം. എന്ന് വെച്ചാൽ ഒരു കൊറിയർ അവിടെ നിന്ന് നടപ്പുണ്ട്. ഷോപ്പിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു സാധനമാണ്, ഒരു കിട്ടുന്ന ഐറ്റമാണ്, എല്ലാവരും തിരക്കി നടക്കുന്ന ഐറ്റങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് എടുക്കാനായിട്ട് നമ്മൾ കൊല്ലം കൊറിയർ സർവീസിലോട്ട് പോവുകയാണ്. സാധനം അവിടെയാണ് വന്ന് നടക്കണം. അപ്പോൾ സാധനം അവിടെ പോയി എടുത്തുകൊണ്ട് അതിൻ്റെ എന്താണ് ഐറ്റം നിങ്ങൾ ദിവസം കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ. ഒരു തടിപ്പെട്ടിലേക്കാണ് സാധനം വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്കും സേഫായിട്ട് വേണം കേട്ടോ ഈ സാധനം കൊറിയറിലേക്ക് അയക്കാനായിട്ട്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ച് ഷോപ്പ് എത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്ത് കാണാം എന്താണെന്നുള്ളത്. എന്തായാലും പൊളി ഐറ്റമാണ്. അപ്പോൾ ബൈക്ക് വന്നെങ്കിൽ പെട്ടുപോയാൻ കേട്ടോ, പക്ഷെ വലിയ ലോഡ് സാധനമാണ്. അതുകൊണ്ടാണ് കാറിൽ തന്നെ വന്നത്. ഈ സീറ്റ് കയറണമെന്നോ ഈ തട്ടുളിയൊക്കെ വെച്ച് ഇനി പൊട്ടിച്ചെടുക്കണം കടയിൽ കൊണ്ടുപോയിട്ട്. ഓക്കെ, നമ്മളെ ബോക്സ് നമ്മളെ ഷോപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് അൺബോക്സ് ചെയ്യാൻ കേട്ടോ. കിട്ടിലും പാക്കിങ്ങൊക്കെയാണ് സംഭവം. ഇപ്പം തടിയിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പം അതെല്ലാം നമ്മളിപ്പോൾ പൊളിച്ചെടുത്ത് ഇനി നമുക്ക് ബോക്സ് കയറി നോക്കാം. അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് എനിക്കറിയാം, നിങ്ങളെ കൂടെ ഒന്ന് സർപ്രൈസ് ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച് പിടിച്ച് വരച്ച് പൊളക്ക്. പിന്നെ പൊട്ടാതിരിക്കാൻ വേണ്ടി ഫുൾ പാക്കിങ്ങൊക്കെയാണ് കേട്ടോ. പേപ്പറും സംഭവങ്ങളൊക്കെ വെച്ചൊക്കെയാണ് ഇറക്കിയിട്ടുള്ള. യെസ്, നമ്മുടെ RCയുടെ ഫുൾ പവർ പാർട്ട് വൈസറാണ് കേട്ടോ കാണുന്നത്. നമുക്കിതിപ്പോൾ 4.5 3mm 2 തിക്നെസ്സിലും സംഭവം വന്നിട്ടുണ്ട് കേട്ടോ. ആ പവർ പാർട്ട് വൈസറാണ് ആ ഒരു പെട്ടി നിറച്ചും. അപ്പം ഒരുപാട് പീസുണ്ട്. ഈ കാണുന്ന മൊത്തം RCയുടെ പവർ പാർട്ട് വൈസറാണ് കേട്ടോ. അത് മാത്രമല്ല മറ്റേ മിററിൻ്റെ അവിടെ വയ്ക്കുന്ന ഒരു ബ്ലാക്ക് പീസ് ഉണ്ടല്ലോ, പാനലുണ്ടല്ലോ, ആ പാനലിനും കൂടെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ പവർ പാർട്ട് വൈസർ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും പവർ പാർട്ട് വൈസർ RC ഓണേഴ്സ് എല്ലാം അപ്പം ഷോപ്പിലോട്ട് വന്നു 2 റേറ്റിൽ 2 ക്വാളിറ്റിയിൽ പവർ പാർട്ട് വൈസർ ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അല്ല വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ അതായപ്പോൾ പർച്ചേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ എന്താണ് സ്പ്ലെൻഡറിൻ്റെ ഹാൻഡിൽ ബാർ ക്വാളിറ്റി ഉള്ളതും ഉണ്ട്, ക്വാളിറ്റി കുറഞ്ഞതും ഉണ്ട്. പിന്നെ നമ്മുടെ ബുള്ളറ്റിൻ്റെയൊക്കെ ബാക്ക് ക്യാരിയറാണ്. ഓക്കെ, ബാക്കി ഇതിൻ്റെ അകത്ത് നമുക്ക് ബാക്കി ആക്സസറീസൊക്കെയാണ്. നമ്മൾ BS4 ഡ്യൂക്ക് 390 ഡ്യൂക്ക് 250 ബെൻ പൈപ്പാണ്, ക്ലിപ്പ് ഓൺ ബെൻ പൈപ്പ്സാണ്. പിന്നെ 4K ഇടുന്ന ആ ബോട്ടില്ലേ ആ സംഭവങ്ങളൊക്കെയാണ്. 220 മീറ്റർ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അപ്പോൾ ഇറക്കിക്കൊണ്ട് വന്ന്. റേഡിയേറ്റർ ഗാർഡ് ഇതെവിടെ ഇരുന്ന്
ആ ബോക്സിനകത്ത് ഉണ്ടായിരുന്നല്ലേ? റേഡിയേറ്റർ കാർഡ്, നമ്മൾ RFI V4-ൻ്റെ ഒക്കെ റേഡിയേറ്റർ കാർഡ് ഉണ്ടായിരുന്നു കേട്ടോ. അതും ആ ബോക്സിനകത്ത് ഉണ്ടായിരുന്നു. അത് മറന്നുപോയി. അപ്പം ആ സംഭവങ്ങളൊക്കെയാണ്. സംഭവം രാത്രിയായി. ഷോപ്പിൽ സാധനം കൊണ്ടുവന്നപ്പോൾ കുറേ ചുറ്റി കറങ്ങിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അത് എല്ലാ ബോക്സും പൊട്ടിച്ച് ഇവിടെ ഇട്ടേക്കാണ്. ഇനി നാളെ എല്ലാം ഇത് പറക്കി സെറ്റാക്കണം. അതാണ് പരിപാടി. അപ്പം പാർട്ട് വൈസർ നല്ല കിട്ടില്ല ക്വാളിറ്റി സാധനം കേട്ടോ. നമ്മൾ വിചാരിച്ചതിനെ കാട്ടി സംഭവം കിട്ടും സാധനം. അപ്പം പാർട്ട് വൈസർ നോക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ കോൺടാക്ട് ചെയ്യാം. കൊറിയർ അയക്കാൻ പറ്റും, പക്ഷേ അത് നിങ്ങളുടെ റിസ്കിൽ വേണം എടുക്കാൻ. സംഭവം ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. മാക്സിമം അന്ന് തന്നെ എടുക്കുക, ഇവിടെ തന്നെ സെറ്റ് ചെയ്തുകൊണ്ട് പോവാം. ഓക്കെ. അപ്പോൾ 220-യുടെ വർക്ക് നമ്മുടെ ഹെഡ്ലൈറ്റിന് സ്ട്രെച്ചർ കൂടെ മാറിയിട്ടുണ്ട് കേട്ടോ. അതിന് ചെറിയ ബെൻഡ് അത് നോക്കാൻ നിന്നിട്ട് കറക്റ്റ് നൂന്ന് വരുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഫുള്ളായിട്ട് ചെയ്യണം. അപ്പോൾ സ്ട്രെച്ചർ കൂടെ പുതിയ മോഡൽ സ്ട്രെച്ചറാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ സെറ്റ് ചെയ്തിട്ടുള്ള ഫുള്ള് സെറ്റാക്കിയിട്ടില്ല. എല്ലാം ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് വെച്ചേക്കാം. ലാസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ഫുള്ളൊന്ന് ടൈറ്റ് ചെയ്ത് സെറ്റപ്പ് ആകണം. ബാക്കി എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. അതാ ഈ ബോക്സിൻ്റെ അകത്ത് ബാക്കി എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. ഈ കിടക്കുന്ന ഫുള്ള് ഈ വണ്ടിക്കുള്ള സാധനങ്ങളാണ്. ഇനിയിപ്പോൾ സെറ്റ് ചെയ്താൽ മാത്രം മതി. ഇത് നമ്മൾ 220-യുടെ ഇപ്പോഴത്തെ ലുക്ക് നോക്കിയതാ ഫുള്ള് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനെന്താ ഒരുപാട് പണി വിട്ട് എല്ലാവരുടെ ഒരുമിച്ച് നിന്നാണ് ഈ വണ്ടി സെറ്റാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ ടൈം കിട്ടിയപ്പോഴൊക്കെ വണ്ടി സെറ്റ് ചെയ്ത് അടിപൊളി ആക്കിയിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, സീറ്റൊക്കെ ഇട്ട് അടച്ചാൽ മാത്രം മതി. ഇനി ചെയിൻ സ്പോക്കിലൂടെ മാറിയാൽ മാത്രം മതി കേട്ടോ. ഇപ്പം തന്നെ സമയം രാത്രി 8 മണിയായി. ഇപ്പം വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എത്ര ദിവസമായിരുന്നു എനിക്കൊരു ഐഡിയ ഇല്ല. ഏകദേശം ഒരു 2-3 ആഴ്ചത്തെ വീഡിയോ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ വീഡിയോ ആയിട്ട് ഇടുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഓരോ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. വണ്ടിയുടെ ഇറങ്ങിയിട്ട് മാറ്റിയിട്ടില്ല. ബാക്കി നമ്മളെ സീറ്റ് ലോക്ക്, ഫ്രണ്ട് ബാക്ക് സീറ്റ് ലോക്ക്, ടാങ്ക് റീപെയിൻറ്റിങ്, ഇവിടുത്തെ സ്റ്റിക്കർ അടക്കം മാറ്റി പുതിയ സ്റ്റിക്കർ ആക്കിയിട്ടുണ്ട് കേട്ടോ. മീറ്റർ, അതുപോലെ തന്നെ മീറ്റർ, പുതിയ മീറ്റർ, ചാവി സോക്കറ്റ് എല്ലാം പുതിയത്, 2 പീസ് ഹാൻഡിൽ എല്ലാം സെറ്റ് ചെയ്ത്, ഫ്രണ്ട് ഫെയറിങ്, വൈസർ, മൾഗാർഡ്, എന്ത് വേണ്ട എല്ലാം, ബാറ്ററി, എഞ്ചിനൊക്കെ റീപെയിൻറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കാൻ കേട്ടോ. പുതിയ ഹോൺ എടുത്ത് വേണമെങ്കിൽ ഒരുപാടുണ്ട് പറയാം. ഇൻഡിക്കേറ്റർ മാത്രമേ നമ്മൾ സ്റ്റോക്ക് അല്ലാതാക്കിയിട്ടുള്ളത് കേട്ടോ. ഇൻഡിക്കേറ്റർ നമ്മൾ ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്ററാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മുടെ 220 സ്റ്റോക്ക് ഇൻഡിക്കേറ്റർ ഒരു സുഖമില്ലാത്ത ഇൻഡിക്കേറ്റർ ആയതുകൊണ്ട് ഡ്യൂക്കിൻ്റെ ഒറിജിനൽ ഇൻഡിക്കേറ്ററാണ് കേട്ടോ അതിൻ്റെ അതിപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അടിപൊളിയല്ലേ? അപ്പോൾ ഒറിജിനൽ ഇൻഡിക്കേറ്റർ ആയതുകൊണ്ട് തന്നെ ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്റർ 220 അടിപൊളിയായിട്ട് ചേരുകയും ചെയ്യും കേട്ടോ. വൈസറൊക്കെ സ്റ്റോക്ക് തന്നെ ആക്കി കൊടുത്ത്, പിന്നെ ഗ്രിപ്പ് നമ്മുടെ RCBയുടെ ഗ്രിപ്പ് തന്നെ ആക്കി. സ്റ്റോക്ക് ഗ്രിപ്പ് അത്ര സുഖമില്ലാത്ത ഗ്രിപ്പാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് തീർക്കുന്നില്ല. എന്തായാലും വണ്ടി കുറച്ച് പണികളുണ്ട്. ചെയിൻ സ്പോക്കറ്റ് എല്ലാം മാറ്റിയതിന് ശേഷം ടയറും കൂടെ മാറ്റാൻ കേട്ടോ. അപ്പോൾ ടയറും കൂടെ മാറ്റിയതിന് ശേഷം വണ്ടി പുറത്തോട്ട് ഇറക്കാം. സത്യം പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഹാൻഡ് ക്ലീൻ സെക്കൻഡ് ഹാൻഡ് ഒരു 220 എടുക്കാനുള്ള പൈസ ഇപ്പം ഇതിൻ്റെ അകത്ത് ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, വണ്ടിയുടെ ഓണർ അത്രയ്ക്ക് സ്നേഹിച്ച് കൊണ്ടുവരുന്നത് ആയതുകൊണ്ടൊക്കെ തന്നെ വണ്ടി പൈസ നോക്കാതെ പണിയുണ്ട്. വണ്ടി ഷോറൂമിന് എങ്ങനെ ഇടയ്ക്ക് അതെല്ലാം ആക്കണമെന്ന് പറഞ്ഞ് തന്നതാണ്. അതുകൊണ്ട് തന്നെ വണ്ടി ക്ലീനാക്കി എല്ലാം പണി കൊടുത്തതാണ്. ഞാൻ പറഞ്ഞില്ല, സെക്കൻഡ് ഹാൻഡ് ഒരു ക്ലീൻ വണ്ടി നമുക്ക് സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ പറ്റും. വേറൊരു വണ്ടിയും കൂടെ ആവും. പക്ഷേ സ്വന്തം ഞങ്ങൾ സ്നേഹിച്ച് കൊണ്ടുവരുന്ന വണ്ടി ഓടിക്കുന്ന സുഖം കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ഛൻ പൈസ നോക്കാതെ പണിയാണ് കേട്ടോ. എന്തായാലും വണ്ടി അടിപൊളിയാക്കി. പുതിയ ഫോർക്കൊക്കെ പുതിയതാണ് കേട്ടോ. 2 ഫോർക്കിൻ്റെ ട്യൂബും പുതിയതാണ്. അടിപൊളിയാക്കി കുറച്ച് വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് വണ്ടിയുടെ ഫുൾ ലുക്ക് കാണാം. ഓക്കെ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്ക് ഇതാ തീർന്നിട്ടുണ്ട് കേട്ടോ. 99% തീർന്നിട്ടുണ്ടെന്ന് പറയാം. ഇപ്പോഴും കണ്ടെന്താണെന്ന് വെച്ചാൽ കുറച്ച് സംഭവം ഉണ്ട് കേട്ടോ. നമ്മുടെ ബാക്ക് ടയർ, അതുപോലെ തന്നെ ഫ്രണ്ട് ടയർ, പിന്നെ നമ്മുടെ ഫ്രണ്ടും ബാക്കും സീറ്റ് കവറും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്താൽ 100% ഇതൊരു പുതിയ വണ്ടിയാണ്. അതായത് വണ്ടിയുടെ ഏറ്റവും ദിവസം കംപ്ലീറ്റ് സാധനം മാറിയിട്ടുണ്ട്. വയറിംഗ് കിറ്റ് മാറിയിട്ടില്ല. ബാക്കി എല്ലാ സാധനങ്ങളും റീപ്ലേസ് ചെയ്ത് തന്നെ വണ്ടി പുത്ത ലുക്കിലോട്ട് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡിൽ ടാങ്കിൽ പൾസറിൻ്റെ ആ സ്റ്റിക്കർ കിട്ടിയിട്ടില്ല. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് എല്ലാം കിട്ടി. മീറ്റർ, ഹെഡ്ലൈറ്റ്, ഓക്കെ. പിന്നെ ഇപ്പം ഞാൻ ടയർ മാറാനായിട്ട് പോവേനെ. ടയറും അതുപോലെ തന്നെ സീറ്റ് കവറും മാറാനായിട്ട് പോവേനെ കേട്ടോ. അതും കൂടെ കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന് പോളിഷൊക്കെ ചെയ്ത് ഒന്ന് ഇങ്ങനെ കുട്ടപ്പനാക്കണം. എഞ്ചിനൊക്കെ അടിപൊളിയാക്കിയിട്ട് ടൈം എഞ്ചിൻ്റെ ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സൗണ്ടും കാര്യങ്ങളൊക്കെ മാറ്റി എല്ലാം അടിപൊളിയാക്കി. ചെയിൻ കവറൊക്കെ പുതിയതായിട്ട്, ചെയിൻ കവർ, സൈഡ് ഡോറ്, പിന്നെ ഇപ്പോഴത്തെ സൈഡ് ഡോർ ഇവിടെ ഉണ്ട്. അതിൻ്റെ ലോക്ക് സെറ്റ് കാത്തില്ലാതെ ഊരി വെച്ചേക്കാണ്. അപ്പം നമുക്കിപ്പോൾ എന്തായാലും നേരം ഒരുവിധം ഇരുട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആക്കാം. ഈ വണ്ടി ഇറങ്ങുന്നതിൻ്റെ ഒരു വീഡിയോ. അപ്പം നമുക്ക് ഈ ചെയിൻ കവറോടെ ഇട്ടതിന് ശേഷം നമുക്ക് വണ്ടി എടുത്തോണ്ട് അപ്പം ടയർ കഴിഞ്ഞല്ലേ? ഓക്കെ. അപ്പോൾ അതാ വണ്ടി അപ്പോൾ എങ്ങനെ കൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പോൾ എടുത്തോണ്ട് പോയേനെ കേട്ടോ. വണ്ടി ഇറക്കിയോടെ. ഓക്കെ. അപ്പോൾ ഞാൻ എന്തായാലും ടയർ മാറിയിട്ട് വണ്ടി ഓടിച്ചിട്ടുള്ള ആ ഒരു ഫീലിങ്സ് എങ്ങനെയാണെന്ന് പറയാം കേട്ടോ. ടയർ ഇപ്പോൾ ബാക്ക് ടയർ കാറ്റൊക്കെ കുറവാണ്. അപ്പം ചെറിയ ഓബ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ നമുക്കിപ്പം ടയർ മാറാനായിട്ട് പോകാം ഗൈസ്. ഓക്കെ. അപ്പോൾ വണ്ടി ടയർ മാറാനായിട്ട് ഷോപ്പിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചേട്ടൻ പടപട ടയർ മാറി തരും. ആ ഒരു സമയം കൊണ്ട് ഈ 2 സീറ്റ് അവരും കൊണ്ടുപോയി ആ കാണുന്ന സീറ്റ് അവരൊക്കെ അടിക്കുന്ന കടയാണ് കേട്ടോ. അവിടെ കൊണ്ടുപോയി അപ്പോൾ സീറ്റ് അവർ കൊണ്ട് അടിച്ചുകൊണ്ട്
സെറ്റാക്കാം. അപ്പോൾ രണ്ടും കൂടെ ഒരേ സമയം നടക്കും കേട്ടോ. ഓക്കെ, അപ്പം ചേട്ടൻ ഡ്രൈവർ പറഞ്ഞിട്ടെ വരുമ്പോൾ ഏട്ടാ സെറ്റപ്പ് ആക്കി വയ്ക്കണം. അപ്പോൾ ഓക്കെ ഓക്കെ. നമ്മൾ സീറ്റർ അടിക്കാൻ നിൽക്കുന്ന ആ ഒരു മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ്. ഇതാണ് നമ്മൾ സീറ്റ് ചെയ്യാനായിട്ട് വേണം. മാക്സിസിൻ്റെ ടയറാണ് കേട്ടോ. മാക്സിസിൻ്റെ 140 സൈസ് ടയറാണ്. ഫ്രണ്ട് 90 സൈസ് മാക്സിസിൻ്റെ തന്നെ ടയറാണ് കേട്ടോ. ഒരു പേര് രണ്ടും കൂടെ ഒന്ന് ഒരുമിച്ച് മാറുകയാണ്. 150 നമ്മൾ ഇടുമ്പം കിട്ടുമായിരിക്കും ഇത്. ഓക്കെ, കോണ്ടിക്കോയുടെ മോഡലും ഒരുപാട് തപ്പിയിട്ട് സംഭവം കിട്ടിയില്ല. അപ്പം ഇത് അത്യാവശ്യം ഗ്രിപ്പിങ് കാര്യങ്ങളൊക്കെ ഉള്ള ടയർ, അത്യാവശ്യം ഓഫ് റോഡ് കയറി പോകാനും പറ്റിയ ഗ്രിപ്പിങ് കാര്യങ്ങളൊക്കെ ഉള്ള ടയറാണ്. ചേട്ടാ ടയർ എങ്ങനെ ഉണ്ട്? സൂപ്പർ തന്നെ. 5 വർഷം വാറണ്ടി. ഓ സെറ്റ്. അപ്പോൾ 5 വർഷം വാറണ്ടിയും കൂടെ ഉണ്ട് ടയർ. അപ്പം ഫ്രണ്ട് ടയറൊക്കെ ട്യൂബാണ് കേട്ടോ. അപ്പോൾ അത് മാറ്റി ഇനി ട്യൂബ്ലെസ് ആക്കണം. ഓക്കെ, അപ്പം കുറച്ച് പണികളുണ്ട്. അപ്പോൾ എന്തായാലും ഈ വർക്കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം. അപ്പോൾ ടയറും മാറി, അതുപോലെ തന്നെ 2 സീറ്റ് കവർ രണ്ടുകൂടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം സമയം എന്താ ഞാൻ വിചാരിച്ച കണക്ക് എനിക്ക് വീഡിയോ വൈൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ലൈറ്റ് കുറഞ്ഞ്. അപ്പോൾ എനിക്കിതിൻ്റെ ഇൻട്രോയും ഔട്ട്രോയും നല്ല കിടുക്കായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും നാൾ ഞാൻ കാത്ത്. ഇനിയിപ്പം നാളെ ഒരു ദിവസം കൂടെ കാക്കാം, നമുക്കിതിൻ്റെ ഫുൾ വീഡിയോ കാണാം. ഞാനൊന്ന് വണ്ടി ആസ്വദിച്ച് ഓടിക്കട്ടെ. സീൻ. അപ്പോൾ ബൈ ബൈ, നമുക്ക് നാളെ വീഡിയോ കാണാം. ഇനി നമ്മുടെ വണ്ടി ഇതാ ഇവിടെ സെറ്റായിട്ട് ഇരിക്കുകയാണ്. എക്സോസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു പഴക്കം എന്ന് തോന്നിക്കാനായിട്ടുള്ളതാ, കണ്ടില്ല? എക്സോസ്റ്റ് മാത്രമേ ഉള്ളൂ. നമ്മുടെ വണ്ടി ഇതാ ബേക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നമ്മളെ ട്രൈപ്പോഡ് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ അതുവഴി പോകുന്നുണ്ട്, മാമന്മാരൊക്കെ ചെറിഞ്ഞു നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഈ ട്രൈപ്പോഡിൽ ഇവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലെ ഇൻട്രോയും അതുപോലെ തന്നെ ഔട്ടറൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഇൻട്രോ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ ഈ ഒരു വണ്ടി ഇറക്കിയപ്പോൾ ടോട്ടൽ ചിലവ് എത്ര ആയെന്ന് എല്ലാവരും ഇപ്പം ചോദിക്കായിരിക്കും. കമൻറ്റ് സെക്ഷൻ ഫുള്ളിൽ ഇപ്പോൾ ചോദിക്കായിരിക്കും. ടോട്ടൽ ബില്ലെന്ന് വെച്ചാൽ 62,000 സംതിങ് ആണ് ഈ ഒരു വണ്ടിക്കായിട്ട് ഫുൾ ചിലവായത് കേട്ടോ. എങ്ങനെ ചിലവായെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ കണക്ക് കൂട്ടി നോക്കിയപ്പം എല്ലാം കൂടെ ചിലവായത് അത്രയും ഉണ്ട് കേട്ടോ. നമ്മളിപ്പം ഞാൻ ചെയിൻസ് അടക്കം റീപെയിൻറ്റ് ചെയ്തതാണ്. പിന്നെ ബോഡി കിറ്റും, മീറ്റർ, ഫോർക്ക്, 2 സ്റ്റമ്പ് പുതിയത്, ചെയിൻ സ്പോക്കറ്റ്, ടയർ, എന്താണ് പിന്നെ എഞ്ചിനകത്തുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്പാർക്ക് പ്ലഗ് മാറി, പിന്നെ അകത്തെ കോയിൽ 2 കോയിലും മാറി, പിന്നെ സ്പാർക്ക് പ്ലഗ്, ക്ലച്ച് പ്ലേറ്റ്, ക്ലച്ച് ബേസ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബേക്ക് ഡിസ്ക്, പിന്നെ കാലിപ്പറിൻ്റെ ഓറിങ്, പിസ്റ്റൺ, 2 ഹോൺ. എടുത്ത് പറയാനൊന്നുമില്ല, ഒരുപാട് സാധനങ്ങൾ മാറിയിട്ടില്ല. ഏതൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അങ്ങനെ എല്ലാ സാധനവും മാറി നമ്മുടെ വീട്ടിൻ്റെ ഇവിടെ റെഡിയാക്കി വെച്ചേക്കാണ്. വണ്ടി വേറെ ലെവലാണ് ഗൈസ്. അപ്പം നമുക്ക് വീടിൻ്റെ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാം. അപ്പോൾ വണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇനിയുള്ള വർക്കൊക്കെ ഇതിൻ്റെ ഓണർ വന്നിട്ടാണ് ബാക്കി ഇനി മോഡിഫിക്കേഷൻ വർക്കൊക്കെ ബാക്കി ചെയ്യാൻ കേട്ടോ. എല്ലാം നമ്മുടെ ഷോപ്പിലായിരിക്കും. അതെല്ലാം വീഡിയോ ആയിട്ട് കാണാൻ കേട്ടോ. ഇതേപോലത്തെ വർക്കെല്ലാം നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ ഷോപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും അർജൻറ്റ് സാധനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ മാക്സിമം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യട്ടെ. ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇട്ടാനൊക്കെ പാടായിരിക്കും. വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുക ചെയ്താൽ മതി കേട്ടോ. അപ്പം തന്നെ സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പം തന്നെ അവർ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയൊരു വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.